ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഡേ മൈ ലൈഫ് വീഡിയോ ആണ്. രാവിലെ തന്നെ കഴിക്കാനായിട്ട് ഒറട്ടിയാട്ടോ ബീട്രൂട്ട് ജ്യൂസും ചേർത്താണ് ഉണ്ടാക്കുന്നത്. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഉണ്ടാക്കുന്നത്. ഒരു വെറൈറ്റി ആവും, ഹെൽത്തി ആവും. ചൂടുവെള്ളം മാവിലൊഴിച്ച് അതിലേക്ക് ഉപ്പും തേങ്ങയും ചേർത്ത് കുഴച്ചെടുത്ത് അതിലേക്ക് ബീട്രൂട്ട് ചേർക്കുമ്പോൾ ഈ ഒരു കളർ കിട്ടും. പിന്നെ ബോൾസുകളാക്കി പ്രസ്സിൽ വെച്ച് പരത്തിയെടുക്കും. പ്രസ്സിലാവുമ്പോൾ പെട്ടെന്ന് കഴിയും. ഇനി ഫുഡ് കഴിക്കണേ. ഒറട്ടിയും ഗ്രീൻ പീസ് കറിയാട്ടോ. സാധാ ഒറട്ടിയേക്കാളും നല്ല ടേസ്റ്റ് ഉണ്ട്. കുറച്ച് പച്ചക്കറികളൊക്കെ നട്ടിട്ടുണ്ട്. ഇത് കഴിച്ചിട്ട് വേണം വെള്ളം ഒഴിക്കാൻ. ടെറസിലുണ്ട്, താഴെയുണ്ട്. ഉമ്മായും ഞാനും കൂടെയാണ് ഒഴിക്കുന്നത്. വെമ്പിളിയാസ് നല്ല പഴുത്ത പാകമായിട്ടോ. ഇനി നമുക്ക് അച്ചാറിട്ടാലോ. വെമ്പിളിയാസ് കട്ട് ചെയ്ത് ഇതുളകളാക്കി എടുത്തു. ഇനി ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് കടുതാളിച്ച് അതിലേക്ക് ചതച്ച് വെച്ച ഇഞ്ചി, വെളുത്തുള്ളി, മുളകും ചേർത്ത് ഗോൾഡ് നിറമാകുമ്പോൾ അതിലേക്ക് പൊടികൾ ഇടാട്ടോ. കുറച്ച് മഞ്ഞപ്പൊടി, ആവശ്യത്തിന് മുളകും പൊടി, കുറച്ച് മല്ലിപ്പൊടി, ഇത് എല്ലാം മിക്സ് ചെയ്ത് പിന്നെ അതിലേക്ക് ഉലുവയും കടുവും പൊടിച്ചതും കായപ്പൊടിയും ശർക്കരയും വിനാഗിരിയും ചേർത്ത് പച്ചമണം മാറുന്നതുവരെ മിക്സ് ചെയ്യണം. എല്ലാത്തിനും ഒടുവിൽ വെമ്പിളിയാസും ഉപ്പും ചേർത്ത് മിക്സ് ചെയ്ത് ഇറക്കുക. അപ്പോഴേക്കും വെമ്പിളിയാസ് അച്ചാറായിട്ടോ. ഇനി നമുക്ക് ചോറ് കഴിച്ചാലോ. ചോറും അച്ചാറും മത്തി വറുത്തതും മത്തിക്കറിയും വെണ്ടയ്ക്ക മെഴുക്കുരുട്ടിയും കൂട്ടി ചോറ് കഴിച്ചു. അച്ചാറിന്റെ ചാറിനൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. വൈകിട്ട് നമുക്കൊരു റിസപ്ഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരുങ്ങി സെറ്റായി ഇറങ്ങി ബസ്സിലാട്ടോ പോണത്. ബസ് സ്റ്റാൻഡ് വരെ നടക്കാനുള്ള ദൂരമേ ഉള്ളൂ. ഓഡിറ്റോറിയം എത്തി. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. ഒത്തിരി സ്നാക്സ് ഐറ്റവും ജ്യൂസും ചായയൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ പലരും പലതാ കുടിച്ചത്. ചെക്കന് കൊടുത്ത വണ്ടിയാട്ടോ ഇത്. പിന്നെ അകത്ത് കയറി ചെക്കനെയും പെണ്ണിനെയൊക്കെ കണ്ടു. കുറച്ചു നേരം അവിടെ സ്പെൻഡ് ചെയ്തു. അപ്പോഴേക്കും നല്ലതുപോലെ ഇരുട്ടിയിട്ടുണ്ടായിരുന്നു. ഫുഡ് കഴിക്കാൻ പോയി. അടിപൊളി ഫുഡായിരുന്നു. ഐസ്ക്രീം ഉണ്ടായിരുന്നു, അതൊക്കെ കഴിച്ചു. അപ്പോഴേക്ക് രാത്രിയായി. അങ്ങനെ തിരികെ വീട്ടിലെത്തി. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.